വീഡിയോനകത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഞാൻ മുകളിൽ ഒറ്റക്ക് ബാഗ് എടുത്ത് പോകുന്നു. അടിയിൽ കാണിച്ചാലേ ഞാൻ അതൊക്കെ ടെറസിന്റെ മുകളിൽ നോക്കേ. ഇതെന്ത് സംഭവം? മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ആക്കാത്ത മറ്റുള്ളവരുടെ കെട്ടിയവന്മാരുടെ കൂടെ തീർക്കാൻ മാത്രം നിനക്ക് വാപ്പ ഉള്ളോ? വാപ്പ അല്ല സോറി, തന്റെ ഉള്ളോ? നീയൊക്കെ ഇല്ലേടി? നിന്റെ ലൈഫ് നോക്കിക്കോ മോളെ. നശിച്ച് ഭണ്ടാരം അടങ്ങി അത്രയ്ക്ക് ഞാൻ പ്രാകുന്നുണ്ട്. ആർക്ക് വേണ്ടി? ഹസ്ബിന സാക്കിറിന് വേണ്ടി. ബിക്കോസ് ആരാണ് അപ്പുറത്തിരുന്ന് സംസാരിക്കുന്നത്? സഫ ആരാണ്? ഹസ്ബിനയുടെ കൂട്ടുകാരി. സഫ, മെഹനാസ്, ഫസ്മീന, ഈ ഒരു ലൂപ്പ് അത് അത്ര പെട്ടെന്ന് അവസാനിക്കാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നില്ല. കാരണം പരസ്പരം ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് തുറന്നു വിടും, അപ്പുറത്തുനിന്ന് വേറൊന്നും തുറന്നു വിടും, അപ്പുറത്തുനിന്ന് വേറൊന്നും തുറന്നു വിടും, ഇപ്പുറത്തുനിന്ന് വേറൊന്നും തുറന്നു വിടും. ഈ തുറന്നു വിടലിന് എപ്പോഴെങ്കിലൊക്കെ ഒരു അവസാനം കാണുമോ? ഒരു കാര്യമില്ലാണ്ട് പോയിട്ട് ഫസ്മീനെ സഫ വെല്ലുവിളിക്കും. ഫസ്മീൻ എന്ത് ചെയ്യും? കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് ഇപ്പുറത്ത് എക്സ്പോസ് ചെയ്യും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങോട്ട് തന്നോ എന്ന് പറഞ്ഞാൽ ചോദിച്ച് മേടിക്കാനും വേണം ഒരു ഗഡ്സ്. സഫ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ CCTV ക്ലിപ്സ് ഓഫ് സഫ ആൻഡ് ഹെർ ലവർ എന്നിട്ട് ലല്ലുമ്പിയുടെ ഫോട്ടോ അവിടെ കൊടുത്തിട്ടുണ്ട്. എന്തിന്? സ്വയം അങ്ങോട്ട് അംഗീകരിക്കുവാണോ? ഇവനാണ് എൻ്റെ ലവർ. ഇനിയിപ്പോൾ അറിയാതെ ആൾക്കാരുണ്ടെങ്കിൽ വന്നറിഞ്ഞോ? അതാണോ ഈ ടൈം ലൈൻ്റെ ഒക്കെ ഉദ്ദേശം? നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഞാൻ മുകളിൽ ഒറ്റക്ക് ബാഗ് എടുത്ത് പോകുന്നു. അടിയിൽ ലല്ലു ഏതോ ഒരു കടയുടെ എന്തിൻ്റെ ഒരു ഗ്രില്ലിന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഒറ്റക്ക് നിൽക്കുന്ന ഒരു വീഡിയോ. രണ്ടും ഒരു കൊളാശ് പോലെയാണ് ഇട്ടിട്ടുള്ളത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോഴേ എനിക്ക് നല്ല ഡൗട്ട് തോന്നി. കാരണം മേനുവിന്റെ കുറച്ച് സ്പൈ പിള്ളേർ ഈ പരിസരത്ത് ചുറ്റി നടക്കുന്നുണ്ട്. എനിക്ക് ഫസ്റ്റ് തൊട്ടേ ആ പിള്ളേരെ നല്ല ഡൗട്ട് ഉണ്ട്. ആ പിള്ളേരെ എന്തെങ്കിലും മിണ്ടാനും വരാറുണ്ട്, എൻ്റെ ഇടയ്ക്ക് അന്വേഷിക്കാനും വരാറുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ നല്ല സംശയമുണ്ട്. ഒരു ചെറിയ പയ്യൻ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലോ അങ്ങനെ എന്തോ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുമാണ് ഉള്ളത്. അപ്പോൾ എനിക്ക് ആ പരിസരം കണ്ടപ്പോഴും ആ പിള്ളേർ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അന്ന് ആ സംഭവം ആ ബാഗ് ഞാൻ എടുക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചെങ്കിൽ ആ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഡോറിന്റെ ലോക്ക് പൊട്ടിയിട്ടാണുള്ളത്. ഇങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ട് അതിന്റെ ലോക്ക്. ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ ഒരു ഫോട്ടോ അവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കാം. അപ്പൊ ഞാൻ ഡോർ തുറക്കുമ്പോൾ ഡോർ നല്ല ടൈറ്റ് ആയിട്ടുണ്ടായി. അപ്പൊ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്, അതിൻ്റെ ഉള്ള ആരെങ്കിലും ഉണ്ടാവും. എനിക്ക് കയറാനൊരു ധൈര്യമില്ല. അത്രയ്ക്ക് ഞാൻ ലൈഫിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് അപ്പൊ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ നിന്ന് സാറുമാരായിട്ട് വന്ന് അവര് നല്ല ടൈറ്റിൽ അത് ഉണ്ടിയിട്ട് പോലും ഡോർ തുറക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെയാണ് സംഭവം മനസ്സിലായത്. ഒരു മിനിറ്റ് കുട്ടി. അപ്പൊ പിന്നെയാണ് സംഭവം എന്താ പറഞ്ഞ കുറ്റി. അപ്പൊ സാറുമാര് കുറ്റി ചവിട്ടി പൊട്ടിച്ചപ്പോ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ലോക്ക് തന്നെ പൊട്ടിക്കാവുന്ന ഒരു ടൈറ്റില് അടി നല്ല ടൈറ്റ്. അപ്പൊ ആ സാറുമാര് വന്ന് നോക്കി. അപ്പൊ ഇവിടെ നോക്കുമ്പോ ഫുള്ള് വലിച്ചു വാരിയിട്ടാണ് ഉണ്ടായത്. ഫുള്ള് അലങ്കോലം, ഫുള്ള് ശോകമായിട്ടുള്ള. ഞാൻ ഒരു വീഡിയോ മുന്നിട്ടപ്പോൾ അതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്രയ്ക്ക് പോറായിട്ടാണ് എൻ്റെ വീട് ഫ്ലാറ്റ് മേനും ഇട്ട് വെച്ചത്. അതിന് കുറെ കാരണങ്ങളുണ്ട്. ഞാൻ എന്തായാലും വേറെ വീഡിയോ ആയിട്ട് വരും. ഇപ്പം എനിക്ക് ബോധിപ്പിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ഇതായിട്ട് വന്നതാണ്. എന്നിട്ട് പോലീസുകാർ വന്നു. അവരിത് തുറന്നു പോയി. എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്, കുട്ടീനെ കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്. കാരണം ലോക്ക് ഇമാതിരി തല്ലി പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര റിസ്ക് ആണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ അന്ന് പോലീസുകാർ വന്ന് താഴത്ത് പോയിട്ട് കുറച്ച് അയൽക്കാരും കൂട്ടങ്ങളും വന്ന് അവിടെ നിന്ന് സംസാരിച്ച സമയത്ത് മാനുഡീസ് പൈപ്പ് പിള്ളേർ അവിടെ ഉണ്ട്. അങ്ങനെ അവരിങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട്. എന്നിട്ട് പിള്ളേരടുത്ത് അടക്കം ഇങ്ങനെ ചോദിക്കുന്നത്, ഇങ്ങനെ ഓരോന്നൊക്കെ ചോദിച്ചപ്പോൾ നാട്ടുകാർ പറഞ്ഞു ഇന്ന ആളാണ് ഇവിടെ താമസിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പേടിനി നമ്മളൊന്ന് വിളിച്ചാൽ മതി, കോൺടാക്ട് നമ്പർ തരാമെന്നൊക്കെ പറഞ്ഞ അയൽവാസികൾ പറഞ്ഞു. പോലീസുകാരും പറഞ്ഞു കുട്ടിയായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുന്ന റിസ്ക് ആണ്, പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് പോലീസുകാർ പോയി. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഊബർ ഡ്രൈവറും ഉണ്ട്. അപ്പോൾ പുള്ളി കുട്ടീനെ വിളിച്ച് ഞാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ ബാഗ് സാധനങ്ങൾ എടുക്കാൻ വേണ്ടി വണ്ടിയിലേക്ക് വരുന്ന ഒരു വീഡിയോ ആണ്. അതിൻ്റെ മുകളിലുള്ളൊരു വീഡിയോ. ഞാൻ ബാഗ് എടുക്കുന്നു, നോർമലി അങ്ങനെ പോകുന്നു. ആ ഒരു വീഡിയോ ആണ് അവിടെ. ലല്ലുവിന്റെ അടിയിലത്തെ വീഡിയോ എന്താ സംഭവം എനിക്ക് അറിയത്തില്ല. ഇത് ഫേക്ക് ആണെന്നാണ് സഫ വന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു ഹെഡ്ലൈനും ഇതും കൊടുത്തേക്കുന്നത്? CCTV ക്ലിപ്സ് ഓഫ് സഫ ആൻഡ് ലവർ. എന്തിനാ? എനിക്ക് ഫേക്ക് ആണെങ്കിൽ പിന്നെ അങ്ങനെ ഒരെണ്ണം കൊടുത്തിട്ട് റീച്ച് അല്ലേ? അയ്യോ മറന്നുപോയി. ഇങ്ങനെയൊക്കെ എഴുതി കിട്ടിയാലല്ലേ റീച്ച് കിട്ടത്തുള്ളൂ. ഞാൻ അത് വിട്ടുപോയി. സോറി. മോനെ മെഹനാസേ, തെണ്ടിത്തരൊക്കെ കാണിക്കുന്നതിലൊക്കെ ഒരു പരിധിയില്ല മോനെ മെഹനാസേ. സ്പൈ പിള്ളേരൊക്കെ വെച്ചിട്ട് ഇമാതിരി തെണ്ടിത്തരം കാണിക്കുന്നത് കാഞ്ഞ അപാര കുരുട്ട് ബുദ്ധിയാണല്ലോ. നേരെയുള്ള ബുദ്ധിയല്ല, കുരുട്ട് ബുദ്ധി.
ഈ പിള്ളേരെ സഫ ചോദ്യം ചെയ്യുന്നൊരു കാര്യമുണ്ട്, അതും കൂടെ ഒന്ന് കേൾക്കാം. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് എനിക്കറിയാമായിരുന്നു ഈ വീഡിയോ കണ്ടപ്പോഴേ എനിക്ക് കത്തിയത് നീ തന്നെയാണ് എടുത്ത് വെച്ചത്. നീ നേരത്തെ നീ എന്റെ അടുത്ത് വന്നിട്ട് ടെറസിന്റെ മോള് വ്യൂ ഉണ്ടോ നോക്കിയതാ? ഞാൻ നോക്കട്ടെ നോക്കട്ടെ. നിനക്ക് റീച്ച് ആവണമെന്നല്ലേ പറഞ്ഞേ? റീച്ച് ആവണമെന്നല്ലേ നീ പറഞ്ഞു? നിന്റെ അമ്മേനെ ഞാൻ കാണട്ടെ? നിന്റെ വീട് എവിടെ? ഞാൻ വരണ്ടേ? കാണിച്ചാലേ ഞാൻ അതൊക്കെ ടെറസിന്റെ മോളിൽ നോക്കേ. ഇതെന്ത് സംഭവം? ഇത് ഞാൻ ഒറ്റക്ക് വന്ന് കാറിന്ന് ബാഗ് എടുക്കണത്. അന്ന് പോലീസുകാര് വന്ന് വാതിലൊക്കെ ഇത് ആര് പറഞ്ഞിട്ട് വീഡിയോ എടുത്തത്? അലീം എന്തിനത് പറഞ്ഞ? അവളുടെ വീട് എവിടെ? ഞാൻ വരാം. നിനക്ക് റീച്ച് ആവണോ അല്ലേ? നീ കരയല്ല, ഞാൻ നിന്റെ അമ്മേനെ ഞാൻ കാണുന്നുണ്ട്. എന്റെ ജീവിതം വെച്ചല്ലേ കളിക്കണേ. ഇതിലെവിടെ ലല്ലു ഉള്ളത് കൂടെ? ലല്ലു എവിടെ എന്റെ കൂടെ ഉള്ളത്? നിനക്കൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റയിൽ ഇപ്പൊ പരന്ന് നടക്കണ വീഡിയോ ഞാൻ നിനക്ക് കാണിച്ചു തരാ. നിങ്ങ ഈ തമാശക്ക് ചെയ്യണ കളിയില്ലേ? ആണല്ലേ? നിനക്ക് അങ്ങനെ നിന്റെ അമ്മേനെ കണ്ട. നിനക്ക് എത്ര പ്രായമുള്ളത്? കാണിച്ചരാടാ, കാണിച്ചരാ. എനിക്ക് ഞാൻ ചെയ്ത കാണിച്ചരാ നിനക്ക്. നിങ്ങൾ തമാശക്ക് കളിക്കണ കളിയില്ലേ, ഒരാളുടെ ലൈഫിനെ വെച്ചിട്ടുള്ള കളിയാന്ന് വിചാരിച്ചു നോക്കണം. ഞാൻ ചെയ്തരാ. വെറുതെ ഒന്നും ഞാൻ നിന്നെ വിളിപ്പിക്കൂലോ. അറിയാലോ നിനക്ക്. നീ ഒന്നും ചെയ്യണ്ടടാ. നോക്ക് ഈ വീഡിയോ നീ നോക്ക്. സഫയുടെ കാമുകന്റെ കൂടെ CCTV പുറത്ത്. ഇതിലെവിടെ എന്റെ കൂടെ ലല്ലു ഉള്ളത്? അടിയില് വേറെ വീഡിയോയില് ലല്ലു നിൽക്കുന്നു. ഇതിന് മുകളിൽ ഞാനും. ഇതെന്ത് സംഭവം? ഈ പിള്ളേർക്ക് വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആൾക്കാരില്ലേ? ഇങ്ങനെ തുറന്ന് വിട്ടേക്കുവാണോ? ഫോണും കൊടുത്തിട്ട് എന്നാ മക്കളെ നിങ്ങൾ എന്തേലൊക്കെ ചെയ്തോന്നും പറഞ്ഞിട്ട് വീട്ടുകാർ തുറന്ന് വിട്ടേക്കുവാണോ? ചോദിക്കാനും പറയാനൊന്നും ഇല്ലേ? ഇങ്ങനെ തുറന്ന് വിട്ട് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഈ മുതലുകൾ നാളെ സ്വന്തം കുടുംബത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എന്നാലും ആ ഒരു തംബ്ലൈനിൻ്റെ ആവശ്യമേ. ഇന്നലെ ഫസ്മീന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ കാര്യങ്ങൾ ഫസ്മീന പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് സഫ എങ്ങനെ ലല്ലൂമ്പിയായിട്ടുള്ള ബന്ധം വന്നു, അവരെങ്ങനെയാണ് പരിചയം, ഫസ്മീന ഇവളോടുള്ള പരിചയം, മെഹനാസായിട്ടുള്ള പരിചയം, ഈ സഫ കൊണ്ടുപോയിട്ട് ലല്ലൂമ്പിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു ലിസ്റ്റ് ഇങ്ങനെ കാര്യങ്ങൾ പുറത്ത് വിടുന്നുണ്ട്. ഭയങ്കര സപ്പോർട്ടൊക്കെ ഫസ്മീനയ്ക്ക് കൊടുത്തിട്ട് അവസാനം അവളുടെ ഭർത്താവിനെ തന്നെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിക്കണം. എന്തൊക്കെയായിരുന്നു. ഇതുപോലെയുള്ള കൂടെ നിന്നിട്ട് കാല് വാരുന്ന ആൾക്കാരുടെ കാര്യങ്ങളൊന്ന് ആലോചിക്കണം കേട്ടോ. ഭയങ്കര സപ്പോർട്ടായിരുന്നു. എടി നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിക്കണം. പ്രശ്നങ്ങളിങ്ങനെ പബ്ലിക്കിൽ കൊണ്ടിടരുത്, പ്രശ്നമാണ്, ആൾക്കാർ പല രീതിയിൽ കാണും, ബ്ലാ 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 എന്ന് പറഞ്ഞിട്ട് അവസാനം പവനായി ശവായി.